നമ്മുടെ നാട്ടിൽ ആളുകളെ തേടിപ്പിടിക്കുന്നത് ഇലക്ഷൻ കാലത്താണ്. സ്ഥാനാർത്ഥികൾ ഊണും ഉറക്കവും കളഞ്ഞ് ഓരോ വ്യക്തിയും തേടി പോകാറുണ്ട്. അത് കഴിഞ്ഞ് മറക്കാറുമുണ്ട്. നമുക്കിത് പരിചിതമാണ്. രാഷ്ട്രീയക്കാരെ കുറ്റം വിധിക്കാനൊന്നുമല്ല. എന്നാൽ വിശുദ്ധർ, ഈശോയെ അടുത്തറിഞ്ഞ വിശുദ്ധർ ഒന്നടങ്കം വിളിച്ചു പറഞ്ഞിട്ടുള്ളൊരു സത്യമുണ്ട്. ഈ ഭൂമിയിൽ മനുഷ്യനായി ഒരാളെ ഉള്ളൂ എങ്കിൽ പോലും ഈശോ മിശിഹ ആ വ്യക്തിക്ക് വേണ്ടി മരിക്കുമായിരുന്നു. ഈ സൃഷ്ടപ്രപഞ്ചത്തിൽ ഒരൊറ്റ മനുഷ്യൻ, അധപ്പതിച്ച് വീണുപോയ ഒരൊറ്റ മനുഷ്യനെ ഉള്ളുവെങ്കിൽ പോലും ഈശോ മിശിഹ ആ വ്യക്തിക്ക് വേണ്ടി മരിക്കുമായിരുന്നു. ഈശോ ഇതേ സഹനം, ഇതേ ഭാരം, ഇതേ രക്തച്ചൊരിച്ചിലൂടെ കടന്നു പോകുമായിരുന്നു. തേടി വന്ന് ചേർത്ത് പിടിക്കുന്ന ദൈവസ്നേഹമാണ് ഈശോ. ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് തൊടുപുഴ അടുത്ത് കോതമംഗലം രൂപതയിലെ നെടിയകാട് ഇടവകയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഒരുപക്ഷെ പലരും ഇത് കണ്ടിട്ടുണ്ടാവണം. വീഡിയോയിലുള്ളത് നെടിയകാട് ഇടവകയിലെ വികാരി തോമസ് പോത്തിങ്കൽ അച്ഛനും പള്ളിയിലെ കൊച്ചച്ഛനായ ഫാദർ ജോസഫ് വെട്ടിക്കുഴിശാലിനുമാണ്. തനിക്ക് ഭരമേൽപ്പിക്കപ്പെട്ട ഭവനങ്ങളിലേക്ക്, അതും തീർത്തും ഒറ്റപ്പെട്ട ഭവനങ്ങളിലേക്ക്, കല്ലും ചെളിയും മുള്ളും മലയുമൊക്കെ താണ്ടി അച്ഛന്മാർ പോകുന്ന കാഴ്ചയാണിത്. ഇന്നും നല്ല ഇടയനായ ഈശോ ജീവിക്കുന്നു. ഒന്നും നോക്കാതെ കനലും വെയിലും ഭാരവും വ്യക്തിപരമായ നഷ്ടങ്ങളുമൊക്കെ അതിജീവിച്ച് ആത്മാക്കളെ തേടിപ്പോകുന്ന അജപാലകരിൽ ഇന്നും ഈശോ ജീവിക്കുന്നുണ്ട്. ഇന്നും ഇത്തരം വൈദികരിലൂടെ ഒറ്റപ്പെടുന്നവരിലേക്ക്, ഭാരപ്പെടുന്നവരിലേക്ക് കൈനീട്ടുന്നുണ്ട്. ഒരുപക്ഷെ ഒരു കരുതൽ, ഒരു സന്ദർശനം, ഒരു നിമിഷത്തെ പ്രാർത്ഥന ഒരു വ്യക്തിയെ ആശ്വസിപ്പിക്കാം. ഒരാളുടെ ജന്മം തന്നെ തിരിച്ചു കൊടുക്കാൻ ഇതുവഴി സാധിച്ചേക്കും. ദൈവത്തിന്റെ കണക്ക് പുസ്തകവും അങ്ങനെയാണല്ലോ. 99 സുരക്ഷിതരായിരിക്കെ ഒരാടിനെ തേടി, മുള്ളിൽ കുടുങ്ങിയ ഒന്നിനെ തേടി, നഷ്ടപ്പെട്ട ഒന്നിനെ തേടി വേദനിച്ച് നടക്കുന്ന നല്ല ഇടയനാണ് ഈശോ. മഴയുടെ സമയമാണ്, വഴികൾ കൂടുതൽ മോശമാണ്. അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ പറഞ്ഞ് ഭവന സന്ദർശനം ഒന്നല്പം മാറ്റി വെക്കാമായിരുന്നു, വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. എന്നാൽ ഈ വൈദികർ അതിന് തയ്യാറല്ലായിരുന്നു. ഈ വീഡിയോ കണ്ടപ്പോൾ തോമസ് പോത്തിങ്കൽ അച്ഛൻ്റെ കോൺടാക്ട് നമ്പർ തേടി പിടിച്ച് ഞാൻ അച്ഛനെ വിളിച്ചു. കൊച്ചച്ഛൻ വൈദികരുടെ ധ്യാനത്തിൽ പങ്കെടുക്കാൻ പോയതിനാൽ അച്ഛനുമായി സംസാരിക്കാൻ കഴിഞ്ഞില്ല. തോമസ് അച്ഛൻ ഫോൺ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ ഇതുപോലൊരു വീഡിയോ കണ്ട് ഞാൻ വിളിക്കുന്നതാ. അച്ഛൻ ഒരുപാട് സന്തോഷമായി. കുറച്ചു നേരം അച്ഛൻ സംസാരിച്ചു.
എവിടെ നിന്നാണ് വിളിക്കുന്നതെന്നും മറ്റു ഡീറ്റെയിൽസും ഒക്കെ തിരക്കി. എന്നാ ടോബിന് പറഞ്ഞേ? അച്ഛന്റെ ഭവന സന്ദർശനത്തിന് 4-ാം ദിവസം എന്ന് പറഞ്ഞൊരു വീഡിയോ കണ്ടായിരുന്നു. മെസ്സേജ് അച്ഛനെ അഭിനന്ദനം അർഹിക്കുന്ന രീതിയിൽ ഒത്തിരി കമന്റുകളും ഒരുപാട് കാര്യങ്ങളൊക്കെ വന്നു. ഞാനത് പോസിറ്റീവ് എനർജി തരുന്ന ഒരു വീഡിയോ ആയിരുന്നേ. അപ്പം അച്ഛനോട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ചോദിക്കാൻ വേണ്ടിട്ട് അച്ഛനെ വിളിച്ചതാ. വീട് സന്ദർശനം പൂർത്തിയായിരുന്നോ? ഇല്ല അതിനകത്ത് കുറെ സമയം എടുക്കും. എത്ര വീടുകളുണ്ട് ഏകദേശം? ഇവിടെ 1000 വീടുകളുണ്ട്. ഇതിന്റെ തന്നെ ഭാഗമാണ്, ഈ ഇടവക ഭാഗം തന്നെയാണ്. അവിടെ കുർബാനയ്ക്ക് മാത്രമേ അവിടെ ഒരു പള്ളിയായിട്ടുണ്ട്. ഞായറാഴ്ച ശനിയാഴ്ച കുർബാനയുണ്ട്. അപ്പൊ അവിടെ ഉള്ള വീടുകളിൽ പോയപ്പോഴാണ് ആ വീഡിയോ എടുത്തത്. പിന്നെ അച്ഛൻ എന്നോട് ചോദിച്ചത് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വിളിക്കട്ടെ എന്നാണ്. അപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് അച്ഛൻ ഒരു വീട് വെഞ്ചരിപ്പിന്റെ ഭാഗമായിട്ട് പോയിരിക്കുകയായിരുന്നു എന്നുള്ളത്. ഇപ്പോഴും ഈ സമയത്തും ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്ന ആ സമയത്തും അച്ഛൻ നെടിയകാട് ചെറുപുഷ്പ ദേവാലയത്തിൽ തൻ്റെ ഇടവകക്കാരുടെ ഭവനത്തിൽ ശുശ്രൂഷയിലാണ്. പിന്നീട് അച്ഛൻ തിരിച്ചു വിളിക്കുകയും ഇതേ സംബന്ധിച്ചൊരു വീഡിയോ നമുക്ക് നൽകുകയും ചെയ്തു. ഞാൻ ഫാദർ തോമസ് പൂവത്തുങ്കൽ, കോതമംഗലം രൂപതയിലെ ഒരു വൈദികനാണ്. തൊടുപുഴ അടുത്ത് നെടിയകാട് ഇടവക പള്ളിയിലെ വികാരിയായിട്ടാണ് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത്. ഏതാണ്ട് 1000-ഓളം വീട്ടുകാരുള്ള ഒരു ഇടവകയാണ് ഇത്. ഇതിന്റെ ഒരു സ്റ്റേഷൻ പള്ളിയാണ് ഒറ്റന്നൂര്. ആ ഭാഗത്ത് വീട് വെഞ്ചരിപ്പിന് പോയപ്പോഴാണ് ഇത് ചിത്രീകരിച്ചത്. ഇവിടുത്തെ കൊച്ചൻ ബഹുമാനപ്പെട്ട ജോസഫ് വെട്ടിക്കുഴിച്ചാൽ അച്ഛനാണ് ഇത് ചിത്രീകരിച്ചത്. ഈശോയുടെ തിരുഹൃദയ തിരുനാളനുബന്ധിച്ചാണ് ഇടവകയിലെ വീടുകൾ വെഞ്ചരിക്കുകയും കുടുംബങ്ങളിൽ ഈശോയുടെ തിരുഹൃദയ പ്രതിഷ്ഠ ഞങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. അങ്ങനെ പോയപ്പോഴാണ് ഇത് ചിത്രീകരിച്ചത്. ദുരിതപൂർണമായൊരു മേഖലയാണത്. സാമ്പത്തികമായിട്ട് പിന്നോക്കാവസ്ഥയിലുള്ള ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയ കൂടിയാണത്. മഴക്കാലത്ത് ഞങ്ങൾ പോയതുകൊണ്ട് അങ്ങോട്ടുള്ള യാത്രയൊക്കെ അല്പം ദുരിതപൂർണമായിരുന്നു. അവിടെയുള്ള ആളുകൾ വീട് വെഞ്ചരിപ്പിനൊക്കെ ചെല്ലുമ്പോൾ അച്ഛന്മാരെ വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടിയാണ് സ്വീകരിക്കാറുള്ളത്. അതോടൊപ്പം തന്നെ ആളുകളുടെ വിഷമവും ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള ഒരു അവസരമായിട്ട് കൂടിയാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. സ്വയം മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് വ്യക്തിപരമായി ഉണ്ടായേക്കാവുന്ന നഷ്ടങ്ങളെയൊക്കെ അതിജീവിച്ച് ഈശോ മിശിഹായെ മാത്രം മുന്നിൽ കണ്ട് മുന്നോട്ട് പോകുന്ന ചിലരില്ലേ? അങ്ങനെയുള്ള വൈദികരും സന്യസ്തരും അൽമായരുമൊക്കെ നമുക്കിടയിലില്ലേ? അവരിലൂടെ ഇന്നും നല്ല ഇടയനായ ഈശോ ഭാരപ്പെടുന്നവരിലേക്ക് കൈനീട്ടുന്നു, അവരെ താങ്ങി നിർത്തുന്നു. പരസ്പരം സ്നേഹിക്കാനും മനസ്സിലാക്കാനും ആശ്വാസമാകാനും പ്രചോദനമാകുന്ന ഇതുപോലുള്ള അജപാലകരെ കൊണ്ട് സഭ നിറയട്ടെ. ദൈവത്തിന് സ്തുതി.